ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു ചെമ്മീൻ കൊണ്ടുള്ള റെസിപ്പിയാണ് ട്രൈ ചെയ്യുന്നത്. ഇത് ശരിക്കും റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ചെമ്മീൻ ചില്ലി റോസ്റ്റാണ്. നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു വെറൈറ്റി ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമ്മൾ ഇതുവരെ ചേർക്കാത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചെമ്മീനാണ്. ഞാനിവിടെ ഒരു 1/4 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 2 കുടംപുളിയാണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് പച്ചമുളക്, ഉപ്പ്. നമുക്കിതെല്ലാം ചേർത്തിട്ട് ചെമ്മീനൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതായത് വെള്ളമൊന്നും ഒഴിക്കാതെ, ഈ ചെമ്മീൻ തന്നെ വെള്ളം ഇറങ്ങി വരും. ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക, തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇതൊരു 2-3 സ്റ്റെപ്പ് പ്രോസസ്സാണ് കേട്ടോ. ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് 2-3 സ്റ്റെപ്പ് ഉണ്ട് ഇതിന്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കുകയാണ്. വെള്ളം ഒഴിക്കേണ്ട, വെള്ളം ഈ ചെമ്മീനിൽ തന്നെ ഇറങ്ങി വരും. ഇപ്പോൾ ഇതാ ചെമ്മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം കേട്ടോ. അപ്പോൾ അതാ ചെമ്മീനൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല ഗ്രേവി ഒക്കെ ഈ ചെമ്മീൻ്റെ മുകളിൽ പിടിച്ച് വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാം. അടുത്ത സ്റ്റെപ്പ് ഒരു മസാല ഗ്രേവി ഉണ്ടാക്കാനാണ്. കുറച്ച് മുളക്, പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ മല്ലി അല്ലെങ്കിൽ മല്ലിപ്പൊടി, 2 ചുള വെളുത്തുള്ളി, കുറച്ച് കടുക്, ഉലുവ, പെരിഞ്ജീരകം, പിന്നെ നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഈ സബോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ ഒരു സബോളയാണ് എടുത്തിട്ടുള്ളത്, ചെറുതാക്കി ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. സബോളയിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ഏകദേശം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇതും റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ മസാലയും സബോളയും എല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് റെഡിയായി വരണം. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ചെമ്മീനുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഇനി ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. നന്നായിട്ട് ഡ്രൈ ആവണ്ട, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ ഡ്രൈ ആക്കി എടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനയൊക്കെ ഇട്ട് കൊടുക്കണം, കറിവേപ്പില എല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ചില്ലി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.